പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1200 ഇടവമാസം 2-ാം തീയതി, അതായത് 2025 മെയ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. തൃശ്ശൂർ സൂര്യോദയം 6:06 അസ്തമയം വൈകിട്ട് 6:36 നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം. 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയമാകുന്നു കാലത്ത് രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു. ഇവിടെ കറുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാണ്. മൂലം വെളുത്ത പക്ഷത്തിലാണെങ്കിൽ വളരെയധികം ഗുണം വരും. പുരുഷന് മൂലം നക്ഷത്രം വളരെ നല്ലതാകുന്നു. എങ്കിലും പ്രായണ കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. പക്ഷേ ചതുർത്ഥി നല്ല തിഥിയല്ല, അത് ഒഴിഞ്ഞ തിഥിയാണ്, രിക്താതിഥിയാണ്. ചതുർത്ഥി 4-ാം തിഥി, അപ്രകാരം നവമി 9-ാം തിഥി, അപ്രകാരം തന്നെ ചതുർദശി 14-ാം തിഥി. ഇതൊക്കെ തന്നെ ശൂന്യമായ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളത്തെ ദിനം അത്ര ശുഭമല്ല. പക്ഷെ മറ്റ് യാത്രകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് മൂലം നക്ഷത്രത്തെ സ്വീകരിക്കാവുന്നതാണ്. നാളെ കാലത്ത് വളരെ അനുകൂലമായ സമയമാകുന്നു 7 മണി മുതൽ കാലത്ത് 10:15 വരെയുള്ള സമയം. അത് ഇടവവും മിഥുനവും രാശികൾ ലഭിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് യാത്രയായാലും മറ്റ് നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രേയസ്സിനുതകുന്ന കാര്യങ്ങളായാലും വളരെ അനുകൂലമാണ്. നാളെ 4 മണി വരെ മൂലം നക്ഷത്രമാണ്. 4 മണിക്ക് ശേഷമാണ് പൂരാടം നക്ഷത്രം വരുന്നത്. മൂലം നക്ഷത്രമാകയാൽ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നാളെ സർപ്പസാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ പോയി അവിടെ ആയില്യപൂജയോ സർപ്പബലിയോ നാഗങ്ങൾക്ക് 100 പാലുമോ വഴിപാടായി സമർപ്പിക്കുന്നതാണ്. നാളെ നിങ്ങളെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രമാകട്ടെ. നാളെ 4 മണിക്ക് ശേഷം പൂരാടം നക്ഷത്രമാണ്. പൂരാടം ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. ഭരണിപൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു. വൈകിട്ട് നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ സന്ദർശനം നടത്താം. അവിടെ ദേവിക്ക് വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കാം. സംഗീതവുമായി ബന്ധപ്പെടുന്ന അതിശക്തമായ നക്ഷത്രങ്ങളാണ് ഭരണിപൂരം പൂരാടം നക്ഷത്രങ്ങൾ. കാരണം അത് ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പൂരാടം നക്ഷത്രം ജലവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഭൂതം ജലമാകുന്നു. പലപ്പോഴും പൂരാടം നക്ഷത്രക്കാർ ജലസംബന്ധമായ വ്യാപാരം ചെയ്താൽ വളരെയധികം വിജയിക്കുന്നതായി കാണാം. നിങ്ങൾക്കും പൂരാടം നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ആ കഴിവ്, ആ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പൂരാടം നക്ഷത്രക്കാർക്ക് ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.